ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ഒരു അടദോശയായിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് ഞാൻ ഈ നിരത്തിപ്പെറുക്കി വെച്ചേക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ അളവിൽ വേണ്ടത് പച്ചരിയാണ്. പച്ചരിയേക്കാൾ താഴ്ന്ന അളവിൽ ഉഴുന്നിനേക്കാളും താഴ്ന്ന അളവിൽ സാമ്പാർ പരിപ്പിനേക്കാളും താഴ്ന്ന അളവിൽ പൊട്ടുകടല, ഇങ്ങനെയാണ് എടുത്തേക്കുന്നത്. പൊട്ടുകടല ഓപ്ഷണൽ, നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ബാക്കി സാധനങ്ങളില്ലാത്ത വീടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനങ്ങളാണേ. പിന്നെ വറ്റൽമുളകും ബാക്കി ആ കുതിർത്താൻ എടുക്കുന്ന സാധനങ്ങളുടെ കൂടെ നമ്മളത് കുതിർത്തെടുക്കണം. ബാക്കി ആ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കുതിർത്തെടുക്കണം. ഞാനിവിടെ 2 മണിക്കൂറാണ് കുതിർക്കാറുള്ളത്. ഏറ്റവും കൂടിയ അളവ് പച്ചരിയാണ്. പിന്നെ അതിനേക്കാൾ ഇച്ചിരി കൂടെ താഴ്ന്ന അളവിലാണ് ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചില്ല് ഗ്ലാസ്സിൽ എടുത്ത് വെച്ചേക്കുന്നത്. ഈ കുറഞ്ഞ അളവിൽ. പിന്നെ ഇത് കുതിർന്നൊക്കെ കഴിഞ്ഞ് അരയ്ക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. കരിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്നുള്ളി, പച്ചമുളക് ഒരെണ്ണം. ഇപ്പോൾ ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞേ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇപ്പം വേറുള്ളവരെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് എന്നാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല രുചിയാണ്, നല്ല ഹെൽത്തിയാണ്, 100% എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ കൂടി ഇപ്പം നമ്മൾ ആ കാണിക്കുന്ന സംഭവങ്ങളെല്ലാം അരി, ഉഴുന്നും സാമ്പാർ പരിപ്പും പൊട്ടുകടലെല്ലാം കൂടെ നമ്മൾ കുതിരാനിടണം. കുതിരാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, 2 മണിക്കൂർ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഉച്ചയ്ക്ക് നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും 4 മണിക്ക് പിള്ളേർ വരുമ്പോഴത്തേനും റെഡിയാക്കാൻ, ഊണ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മുടെ 1 മണി 2 മണിക്കൊക്കെ വെള്ളത്തിലോട്ട് ഇട്ടാൽ 4 മണിയാകുമ്പോഴത്തേനും അരച്ച് പെട്ടെന്ന് ഉണ്ടാക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ടല്ലോ. ഇനി അത് അവിടെ ഇരുന്ന് നല്ലപോലെ കുതിരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിന് ചേരുന്ന സാധാരണ ചട്നി കൂട്ടി കഴിക്കുകയോ ചെയ്യുന്നത് എല്ലാവരും എന്നാണ് പറയുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ചട്നി കൂട്ടി കഴിക്കുമ്പോൾ ഇതിൻ്റെ ചട്നിയുടെ ചേരുവെല്ലാം നമ്മൾ ഇതിനകത്ത് അരയ്ക്കുന്നുണ്ടല്ലോ. അന്നേരം പിന്നെ അതും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇവിടെ തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ ചെറുപയറിട്ടൊരു ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്ന പിള്ളേർക്ക്. ചെറുപയർ 1 ഗ്ലാസ് എടുത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ ഇച്ചിരി നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ. എന്നിട്ട് ശർക്കരയൊക്കെ ചേർത്ത് ഉരുക്കിയെടുക്കുകയോ ചെയ്യുന്നത്. ഇപ്പോൾ എന്നാലും ഇത് അരച്ചെടുക്കേണ്ട സമയമായി. നമ്മുടെ കുതിരാനിട്ട സാധനങ്ങളൊക്കെ അരയ്ക്കേണ്ട നേരമായേ. 2 മണിക്കൂറായി. നല്ല ഫൈനായിട്ട് കുതിർന്ന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ നല്ലപോലെ അരച്ചെടുത്താൽ മതി. അരയ്ക്കുമ്പോൾ നമ്മൾ ഓർത്തോളം നമ്മൾ ആ എടുത്ത് വെച്ച സാധനങ്ങളും കൂടെ കൂടി ഇട്ട് വേണം അരയ്ക്കാൻ. മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നല്ല ഉണ്ടാവും. വറ്റൽമുളകൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നു, അല്ലെങ്കിൽ അത് അരയാതെ കിടക്കുവേ. അതുകൊണ്ട് വറ്റൽമുളക് ഈ വെള്ളത്തിൽ ഇടാൻ ഓർത്തോണം. ഇല്ലെങ്കിൽ വറ്റൽമുളക് ഇല്ലെങ്കിൽ ഇച്ചിരി കാശ്മീരി ചില്ലി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ചേരുവയും കൂടെ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഞാൻ പിന്നെയും പറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ഈ കുറച്ച് ഭാഗം കാണിക്കുമ്പം സ്പീഡിൽ പറയണം, അതുകൊണ്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ കായ വേണേ. ആ കായ ഇച്ചിരി കൂടുതൽ നമ്മൾ ചേർക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ പരിപ്പും കടലയും എല്ലാം കൂടെ ചെല്ലുമ്പോഴേ നമുക്ക് വലിയ ഗ്യാസോ അങ്ങനെയൊന്നും വരാതിരിക്കാനും പിന്നെ ഇച്ചിരി ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. അതിന് ഈ കായത്തിൻ്റെ ടേസ്റ്റ് നമ്മൾ എടുത്തറിയണം. അതുപോലെ വേണം കായ വിടാൻ വേണ്ടി. പിന്നെ നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം. ഉപ്പോ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർക്കാവേ. ഇനി നമ്മൾ ഇതിന് വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം തന്നെ ചുട്ടെടുക്കുക. ഞാനിപ്പോൾ ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുപയർ 2 വിസിലടുപ്പിച്ചും വെച്ചായിരുന്നു. പിന്നെ ഈ അരയ്ക്കാനൊക്കെ എടുക്കുന്നതിൻ്റെ നേരത്തെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഇത് തേച്ചേക്കുന്നത്. നല്ലെണ്ണ തേക്കുന്നതാണ് നല്ലത്. പക്ഷേ വെളിച്ചെണ്ണയാണ് ചേർത്ത് വെച്ചേക്കുന്നത്. എപ്പോഴും നല്ലെണ്ണ കൊള്ളുകയല്ല. ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ലെണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് വെളിച്ചെണ്ണ ചേർക്കുന്ന ഇച്ചിരി നല്ലതെന്ന് തോന്നുന്നേ. പിന്നെ നല്ലപോലെ ഒരു തവി ഒഴിച്ചാൽ മതി കേട്ടോ. നല്ലപോലെ പരത്തി വെച്ചിട്ട് പിന്നെ അത് വേകാൻ ഇച്ചിരി അതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. നമുക്ക് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി സമയം പിടിക്കുമല്ലോ. ആ നേരത്തിന് നമുക്കിത് റെഡിയാക്കാവേ. അപ്പോൾ ശർക്കര പൊടിച്ചെടുക്കണം. ഏലക്കായ ഇങ്ങനെ പൊടിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയറിൻ്റെ അകത്തോട്ട് ഈ ചേരുവയും കൂടെ നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ഇതും കൂടെ ഇട്ട് ഒന്ന് ആവി കയറ്റുമോ, ശരിക്കും പറഞ്ഞാൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഞാനത് ഒന്നും കൂടി ഇവിടെ കഴിക്കാൻ നന്ദു റെഡിയായിട്ടിരിക്കും. അതുകൊണ്ട് ഒന്നുകൂടി വിസിലടുപ്പിച്ചെടുക്കും പെട്ടെന്ന്. ശർക്കര ഇട്ടേക്കുന്നതുകൊണ്ട് ഇനി അത് വെന്ത് പോകുകയല്ലോ കേട്ടോ. ശർക്കര ഇട്ടാൽ പിന്നെ നമ്മൾ ഇടുന്ന സാധനങ്ങൾക്കൊക്കെ വേഗം മടിയാണ്. ഇപ്പം നമുക്കിത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തിയാണ്. ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ. അന്നേരം നമ്മുടെ ഇത് പയറും റെഡി ആയിട്ടുണ്ട്. പയറിൻ്റെ അത് ഇച്ചിരി വെള്ളം കിടക്കുന്നുണ്ടോ, അതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്ത് അത് നല്ല തിക്കായിട്ട് വരുവേ. ഇപ്പം അത്രയും വെയിറ്റ് ചെയ്യുന്നില്ല ഇവിടെ ആൾ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പം തന്നെ കൊടുത്തേക്കുക. ചുട്ടെടുക്കുന്ന അപ്പോൾ കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളേ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഞാൻ വലിച്ചു നീട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിനാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുമ്പം ഇച്ചിരി കാണിച്ച് വയ്ക്കുമ്പോൾ സമയം കുറച്ചെടുക്കുമ്പോൾ ഒരുപാട് സ്പീഡിൽ വർത്താനം പറയണേ. അപ്പോൾ കേൾക്കുന്നവർക്കും തിരിയത്തില്ല.
പിന്നെ വീണ്ടും നമ്മളതെല്ലാം ചുട്ടിട്ട് നല്ല ഒഴിഞ്ഞ് കിട്ടുന്ന പരുവത്തിലാകട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ ഇങ്ങ് തുടർന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ മതിയേ. ഉണ്ടാക്കി ചൂടായി കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇഷ്ടപ്പെട്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും ഒക്കെ അറിയിക്കണം. പിന്നെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.